വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ പൂർണ്ണനാമം ഫ്രാൻസിസ് ഡി ജാവിയർ എന്ന് ആയിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രചരിപ്പിക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്ത ഒരു വിശുദ്ധനാണ്. പോർച്ചുഗീസ് ഇന്ത്യയിലെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ഫ്രാൻസിസ് സേവ്യർ 1506 ഏപ്രിൽ 7 സ്പെയിനിലെ നവാരയിൽ ജനിച്ചു. പാരീസ് സർവകലാശാലയിൽ പഠിക്കുന്ന കാലത്ത് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയെ കണ്ടുമുട്ടി. അവർ ഒരുമിച്ച് 1534 സൊസൈറ്റി ഓഫ് ജീസസ് ജെസ്യൂട്ട് സഭ എന്ന സന്യാസമൂഹം സ്ഥാപിച്ചു. പിന്നീട് പോർച്ചുഗൽ രാജാവ് ജോൺ മൂന്നിന്റെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹം സുവിശേഷം പ്രചരിപ്പിക്കാനായി കിഴക്കൻ രാജ്യങ്ങളിലേക്ക് യാത്ര തുടങ്ങി. 1542 അദ്ദേഹം ഗോവയിൽ എത്തിച്ചേർന്നു. ഇന്ത്യയിലെത്തുന്നതിനു മുമ്പ് അദ്ദേഹം ലിസ്ബണിലെ പലയിടങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഗോവ, കൊച്ചി, മംഗലാപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഫ്രാൻസിസ് സേവ്യർ അനേകരെ ക്രിസ്തുമതത്തിലേക്ക് ആകർഷിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, കാരുണ്യപ്രവർത്തനങ്ങൾ, അത്ഭുതങ്ങൾ എന്നിവ ജനങ്ങളെ വളരെയധികം സ്വാധീനിച്ചു. കേരളത്തിൽ, പ്രത്യേകിച്ച് കൊച്ചിയിൽ, അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു. കേരളത്തിലെ തദ്ദേശീയ ഭാഷയായ മലയാളം പഠിച്ച ആദ്യത്തെ വിദേശ മിഷണറിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഫ്രാൻസിസ് സേവ്യർ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിനിന്നില്ല. പിന്നീട് അദ്ദേഹം മലേഷ്യ, ഇന്തോനേഷ്യ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലും സുവിശേഷം പ്രസംഗിച്ചു. ചൈനയിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന് രോഗം ബാധിച്ചത്. 1552 ഡിസംബർ 3 ചൈനയിലെ ഷാങ്ചുവാൻ ദ്വീപിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മൃതദേഹം കേടുപാടുകൂടാതെ ഇന്നും ഗോവയിലെ ബസിലിക്ക ഓഫ് ബോം ജീസസ് എന്ന പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. 1622 അദ്ദേഹം ഔദ്യോഗികമായി വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. ഫ്രാൻസിസ് സേവ്യർ മിഷണറിമാരുടെയും വിദേശ മിഷൻ പ്രവർത്തനങ്ങളുടെയും മധ്യസ്ഥനായി കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മദിനം ഡിസംബർ 3 സെന്റ് ഫ്രാൻസിസ് സേവ്യർ ആധുനിക കാലത്തും എക്കാലത്തും വലിയ ആത്മാർത്ഥതയോടെ ആരാധിക്കപ്പെടുന്ന വിശുദ്ധനാണ്. ഇന്ത്യയിലെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ വ്യാപനത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് നിർണായകമാണ്. അദ്ദേഹത്തെ ഇന്ത്യയുടെ ആത്മാവിന്റെ അപ്പോസിൽ എന്ന് പോലും വിശേഷിപ്പിക്കുന്നു.